ഇന്ന് സൈക്ലോവ എന്നൊരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകളിലെ മെൻസ്ട്രുവൽ സൈക്കിള് റെഗുലർ ചെയ്തിട്ട് ഓവുലേഷനെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ സൈക്ലോവ എന്ന് പറയുന്നത്. വിമൻസ് വെൽനസിന്റെ കാറ്റഗറി പെട്ട ഒന്നാണ് ഈ സൈക്ലോവ എന്നൊരു പ്രോഡക്റ്റ്. അപ്പൊ സൈക്കിൾസ് റെഗുലേറ്റ് ചെയ്തിട്ട് ഓവുലേഷനെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ആധുനിക ജീവിത രീതിയും ആഹാര ശൈലിയുടെ ഒക്കെ ഭാഗമായിട്ട് സ്ത്രീകളിൽ നിന്ന് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ആണ് കണ്ടുവരുന്നത്. ഒരു 80 മുതൽ 90% വരെ സ്ത്രീകളിലെ PCOS എന്നൊരു പ്രശ്നം കണ്ടുവരുന്നുണ്ട്. ഇത് ഗർഭധാരണത്തെ വരെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. 21 മുതൽ 35 ദിവസം വരെയുള്ള ഗ്യാപ്പിലാണ് ഓരോ പുതിയ സൈക്കിൾസും ഉണ്ടാകുന്നത്. ചിലർക്ക് 2 മാസമായിട്ടല്ല 3 മാസമായിട്ടൊന്നും പീരീഡ്സ് ഇല്ലാണ്ട് വരിക. അതുപോലെ മെയിൻ ഹോർമോണ് സ്ത്രീകളിൽ ഉണ്ടാവുക, അതായത് അമിതമായിട്ട് താടിയിലും നെഞ്ചിലും ഒക്കെ രോമം വളർച്ച ഉണ്ടാകുക, അതുപോലെ അമിതമായിട്ട് വണ്ണം വെക്കുക, പിന്നെ ഓവറീസ് സിസ്റ്റ് കാണുക, ഇതൊക്കെയാണ് ചില രീതിയിലുള്ള ലക്ഷണങ്ങളോ അല്ലെങ്കിൽ കാരണങ്ങളോ നമ്മൾ കാണപ്പെടുന്നത്. ഇപ്പോൾ PCOD അല്ലെങ്കിൽ PCOS ഇത് രണ്ടും ഓവുലേഷൻ ഓവറീസിനെ ബാധിക്കുന്ന ഒന്നാണ്. രണ്ടിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നുണ്ട്. PCOD ഉള്ളവരിൽ ഓവുലേഷൻ നടക്കുന്നുണ്ട്, പക്ഷെ അത് എപ്പോ എന്ന് കൃത്യമായിട്ടൊരു ഡേറ്റ് പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ PCOSല് ഇതില് മെയിൻ ഹോർമോണാണ് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പം അതായത് ഇതിനകത്ത് 10-ലധികം സിസ്റ്റുകളാണ് കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ കാരണങ്ങൾ ഞാനെന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ആധുനിക ജീവിത രീതിയും ആഹാര രീതിയും ഒക്കെയാണ്. ഇന്ന് ഒട്ടും വ്യായാമം ചെയ്യാത്തൊരു ജീവിത രീതിയാണ് ഇന്നത്തേത്. അതുപോലെ നമുക്ക് ഫുഡൊക്കെയാന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡാണ്. അപ്പൊ പുറമേ നിന്ന് ഓർഡർ ചെയ്തും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ടേസ്റ്റ് കൂടുതൽ വരുന്ന ഫുഡുകൾ, അതിനകത്തൊക്കെ കുറെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അവർ കുറെ വസ്തുക്കൾ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് വരുന്ന ഫുഡുകളൊക്കെയാണ്. അതൊക്കെയാണ് ഇന്നത്തെ രീതി അനുസരിച്ച് മിക്കുള്ള ആൾക്കാരും കഴിക്കുന്നത്. പിന്നെ പലവിധ രോഗത്തിന്റെ ഭാഗമായിട്ട് ഇത് കണ്ടുവരുന്നുണ്ട്. അമിത വണ്ണമുള്ളവർക്ക്, അതുപോലെ തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അത് എന്നിട്ട് PCOD അല്ലെങ്കിൽ PCOS ഇതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അമിതമായിട്ട് സ്ട്രെസ് ഉള്ളവരിലും ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിന് വേണ്ട രീതിയിലുള്ള ചികിത്സ അതിന്റെ ആരംഭത്തിൽ തന്നെ ചെയ്തിട്ടില്ല എങ്കിൽ അത് പിന്നീട് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോയിട്ട് പലതരത്തിലുള്ള മാരകമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നു. യൂട്രസ് ക്യാൻസർ, ടൈപ്പ് 2 പ്രമേഹം, അങ്ങനെയുള്ള അതുപോലെ ഹൈപ്പർ ടെൻഷൻ, തൈറോയ്ഡ് പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളിലേക്ക് അത് മാറുന്നുണ്ട്. ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് എലമെന്റ്സ് വെൽനസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സൈക്ലോവ എന്ന് പറയുന്നത്. ഇതിന് ഒരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഒന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് മന്ദാരമാണ്. അത് ആയുർവേദത്തിന് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഔഷധമാണ്. തൈറോയ്ഡ് പ്രശ്നങ്ങൾക്ക്, അത് ഓവറിക്ക്, യൂട്രസിന്റെ ഒക്കെ ആരോഗ്യത്തെ പരിപാലിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് ഈ മന്ദാരം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ശിഗ്രു, വരുണ, ശിരീഷ. ഈ 3 ഔഷധങ്ങൾ കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ തൈറോയിഡിലും പിറ്റ്യൂട്ടറിയിലും ഒക്കെ പ്രവർത്തിക്കുന്നു. അതുപോലെ മെൻസ്ട്രുവൽ സൈക്കിളൊക്കെ കറക്റ്റ് ആക്കുന്നതിനും നമ്മുടെ ബ്രെയിനിന് നല്ലൊരു പങ്കുണ്ട് ഈ മെൻസ്ട്രുവൽ സൈക്കിൾ കറക്റ്റ് ആക്കുന്നതിന്. അതിനൊക്കെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ കറക്റ്റ് ആക്കുന്നതിനും ഈ 3 ഔഷധ സസ്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഗുൽഗുലു അടങ്ങിയിട്ടുണ്ട്. ഇത് ആന്റി ഒബേസിറ്റി ആണ്, ഹൈപ്പോലിപ്പിഡമിക് ആണ്. അതുപോലെ ശരീരഭാരം കുറയ്ക്കുന്നതിനും കൊളസ്ട്രോളിന്റെ ലെവലിനെ ഒക്കെ കുറച്ച് നിർത്തുവാനായിട്ടൊക്കെ സഹായിക്കുന്നു. പിന്നെ അതുപോലെ കന്മദം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുന്ന അല്ല മിനറൽസ് ഇതിനൊക്കെ പുറമെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രജൻ എന്ന ഹോർമോൺസിനൊക്കെ നോർമൽ ആക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കായം അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. പീരിയഡ്സിന്റെ ഭാഗമായിട്ടുള്ള നടുവേദന, വയറുവേദന ഇവയ്ക്കൊക്കെ ആയിട്ടൊരു പരിഹാരമാണിത്. അതുപോലെ ഇതിൽ ഉലുവ അതുണ്ട്. മെറ്റബോളിസത്തെ സഹായിക്കുകയും കൊളസ്ട്രോളിന്റെ ലെവലിനെ നോർമൽ ആക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നു. പിന്നെ ഇതിൽ കാസിസ് ഇരിക്കുന്നുണ്ട്. ഇതൊരു അയൺ സപ്ലിമെന്റ് ആണ്. പല സ്ത്രീകൾക്ക് അനീമിക് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിൽ കാസിസ് എന്നുള്ള ഒരു പ്രോഡക്റ്റ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ശതാവരി കിഴങ്ങ്, അത് ഒരുപാട് ആന്റി ഓക്സിഡന്റ് ആണ്, ഹോർമോണിന്റെ ലെവലിലേക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്.
അതുപോലെ നമ്മുടെ ഈ ഒരു സൈക്ലോവ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇത് ബ്രെയിനിനെയും അതുപോലെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ്. അതുപോലെ സിസ്റ്റിനെ ഒക്കെ ചുരുക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ശരീരവണ്ണത്തെ ചെറിയ രീതിയിൽ കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോജൻ തുടങ്ങിയിട്ടുള്ള ഹോർമോണിന്റെ ഒക്കെ ലെവലിനെയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിന്റെ ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്സ്യൂള് ഭക്ഷണത്തിന് ശേഷം ആണ് നമ്മളിത് കഴിക്കേണ്ടത്. 6 മാസമായിട്ട് പീരിയഡ്സ് ഒന്നും ഇല്ലാത്ത സ്ത്രീകളിൽ ഇത് ഒരു റെക്കമെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ല. അവരോട് ഡോക്ടറെ കാണാൻ പറയുക. ഇനിയും ഡോക്ടർ കൊടുക്കുന്ന മരുന്നിന്റെ കൂടെ ഒരു അരമണിക്കൂർ അല്ല 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇത് കഴിക്കാൻ പറയാം. അവന് ഇത് കഴിക്കുന്ന സമയത്ത് അവന് വ്യായാമം, നല്ല രീതിയിൽ വ്യായാമം ചെയ്യാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ ഈ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ സാറന്മാർ പറഞ്ഞ് ഇങ്ങനെ വുമൺ കമ്പാനിയനും സൈക്ലോവിങ്ങളും ഉപയോഗിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു നിർദ്ദേശപ്രകാരം ഞാൻ വുമൺ കമ്പാനിയനും പിന്നെ സൈക്ലോവും പിന്നെ ഞാൻ കുടിച്ചു. അതിൻ്റെ ശേഷം എനിക്ക് അതൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വുമൺ കമ്പാനിയൻ ഞാൻ അതേമാതിരി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്കും കുട്ടികൾക്ക് ഈ പീരീഡിന്റെ സമയത്ത് വേദന ഉള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ പ്രൊഡക്റ്റ് തന്നെയാണ്. എന്റെ ഫ്രണ്ടിന് ഇതുപോലെ തന്നെ കുട്ടികളില്ലാത്ത പ്രശ്നം പറഞ്ഞിട്ട് PCODന്റെ പ്രശ്നം ഉണ്ടായിട്ട് കുറെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും റിസൾട്ട് ഇല്ലാത്ത സമയത്ത് ഞാൻ സൈക്ലോയും വുമൺ കമ്പാനിയനും 6 മാസം കൊടുത്തു. തുടർച്ചയായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അത് കുടിച്ചു. നല്ല റിസൾട്ട് കിട്ടി. ഇപ്പൊ ഫ്രണ്ട് പ്രഗ്നന്റ് ആണ്, 8 മാസമായി. മാഷാ അല്ലാഹ്, ഏതായാലും നമ്മളെ പ്രൊഡക്റ്റിന് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ആ കുട്ടിക്ക് വയറുവേദന ഉണ്ടായിരുന്നു, അത് സമയത്തും PCOD ഉണ്ടായിരുന്നു. ആ സമയത്ത് കൊടുത്തിട്ട് അവർക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഡോക്ടർ ചോദിച്ചു അവരോട് എന്ത് മരുന്നാണ് കഴിച്ചതെന്ന്. അപ്പോൾ ഡോക്ടർ അവർ പറഞ്ഞത് നമ്മുടെ അടുത്ത് ഒരു ആയുർവേദിക് ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട്, അവരെ കയ്യിൽ നിന്ന് ഒരു ഗുളിക വാങ്ങി കഴിച്ചതാണ്. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ നല്ല റിസൾട്ടാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് വിളിച്ചിരുന്നു റിസൾട്ട് കിട്ടിയ വിവരം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്.